പ്രകാശൻ ചുനങ്ങാട് എഴുതിയ കുഞ്ഞുണ്ണി മാഷയെക്കുറിച്ചുള്ള ഓർമ്മ പുസ്തകമായ കുഞ്ഞുണ്ണിക്കാലത്തിലെ 10-ാമത്തെ അധ്യായം കുട്ടിക്കൃഷ്ണമാരാരും എൻ വി കൃഷ്ണവാര്യരും. അധ്യായം 10 കുട്ടിക്കൃഷ്ണമാരാരും എൻ വി കൃഷ്ണവാര്യരും. രാമകൃഷ്ണാശ്രമത്തിൽ നിന്ന് ഒരു വിളിപ്പാടകലെയാണ് കുട്ടിക്കൃഷ്ണമാരാരുടെ താമസം. നിരൂപക ശ്രേഷ്ഠൻ, മുണ്ടശ്ശേരിയുടെ സമശീർഷൻ, കാവ്യാലങ്കാരാദി ശാസ്ത്രങ്ങളിൽ പ്രവീണൻ, കവിതയായാലും കഥയായാലും കലാംശം ചോർന്നു പോകരുതെന്ന് വാശി പിടിക്കുന്ന മനുഷ്യൻ. ഒരിക്കലെങ്കിലും മാരാരെ ഒന്ന് കാണണമെന്ന് എനിക്കൊരു മോഹം. മാരാരുടെ ഭാരത പര്യടനം വായിച്ച ത്രില്ലടിച്ചിട്ടുണ്ട് ചെറുപ്പത്തിൽ. എന്നെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട് ഭാരത പര്യടനം. എൻ്റെ ആഗ്രഹം മാഷോട് പറഞ്ഞു. ഞാനും കണ്ടിട്ട് കുറച്ചായി. നാളെ നേരത്തെ വരിക, സന്ധ്യയ്ക്ക് കയറി ചെല്ലണ്ട. സുഖല്യാതിരിക്കുകയാണ് മാരാര്. കണ്ടപ്പോൾ കാണേണ്ടിയിരുന്നില്ലെന്ന് തോന്നി. പ്രായാധിക്യം മാരാരെ വല്ലാതെ തളർത്തിയിരിക്കുന്നു. മൂത്ത മകൻ മുരളിയും കുടുംബവുമുണ്ട് കൂടെ. ഏറെ ദയനീയം. മാരാരെ അൽഷിമേഴ്സ് എന്ന മഹാരോഗം ബാധിച്ചിരിക്കുന്നു. രോഗം അദ്ദേഹത്തിൽ പിടിമുറുക്കിയിരിക്കുന്നു. സ്ഥലകാലബോധം നഷ്ടപ്പെട്ട അവസ്ഥ. വളരെ കാലത്തെ പരിചയമുണ്ടായിട്ടും മാരാർക്ക് കുഞ്ഞുണ്ണി മാഷെ തിരിച്ചറിയാൻ കഴിയുന്നില്ല. ഇത്രയേ ഉള്ളൂ പ്രകാശ മനുഷ്യൻ്റെ കാര്യം. അതെ മാഷേ. തിരികെ മുറിയിൽ വന്ന് മാരാർ കഥകൾ അയവിറക്കുമ്പോൾ മാഷ് എന്നോട് പറഞ്ഞു, മാരാർ എൻ്റെ കവിത അംഗീകരിച്ചില്ല. അതെന്താ മാഷേ? മാഷ് ആ കഥ വിസ്തരിച്ചു. അന്ന് കുട്ടിക്കൃഷ്ണമാരാർ മാതൃഭൂമിയിലുണ്ട്. പ്രൂഫ് റീഡർ ആയിരുന്നു വളരെ കാലം. കുഞ്ഞുണ്ണി മാഷെ വാത്സല്യമാണ് മാരാർക്ക് എന്നാണ് വെപ്പ്. മാഷ് സ്വന്തം കവിതകളിൽ ചിലത് പകർത്തിയെടുത്ത് മാരാരെ കാണിച്ചു. മാരാര് ഈ കവിതകൾ വായിച്ചാസ്വദിക്കും, തന്നെ അനുഗ്രഹിക്കും എന്നാണ് മാഷ് പ്രതീക്ഷിച്ചത്. ഇത് കവിതയാണെന്ന് പറയാൻ എന്നെക്കൊണ്ടാവില്ല. പ്രതികരണം ഉടനെ വന്നു. ഇതെന്നോട് പറയുമ്പോൾ മാഷിൻ്റെ മുഖത്തൊരു ചെറിയ ചിരി മിന്നിമറയുന്നത് ഞാൻ കണ്ടു. ആ ഗൂഢസ്മിതത്തിൽ വേദനയുടെ ഒരു ലാഞ്ചനയുണ്ടോ? വൈരാഗിയാണെങ്കിലും മാഷ് കാവ്യകലാകാരനാണ്. മുറുക്കി കെട്ടിയ വീണക്കമ്പി പോലെ കാറ്റിൻ്റെ ചെറിയ അല പോലും ആ കമ്പികളിൽ അനുരണനമുണ്ടാക്കും. കാലമാണ് മാഷെ വലിയ നിരൂപകൻ. എൻ വി കൃഷ്ണവാര്യരും കുഞ്ഞുണ്ണി മാഷെ അവഗണിച്ചു. എൻ വിയും മാഷും കോഴിക്കോട് താവളമാക്കിയവർ. അടുത്തിടപഴകാറുണ്ട്. സമ്മേളനങ്ങൾക്ക് ഒരുമിച്ച് പോകാറുണ്ട്. എൻ വിയെക്കുറിച്ചുള്ള ഓർമ്മക്കുറിപ്പിൽ മാഷ് എഴുതി, എൻ വി ആഴ്ചപ്പതിപ്പിൻ്റെ പത്രാധിപരായിരുന്ന കാലത്തെല്ലാം ഉണ്ടാകുന്ന കവിതകൾ ഞാൻ ആഴ്ചപ്പതിപ്പിലേക്ക് അയക്കും. എൻ വി ഒന്നും പ്രസിദ്ധീകരിക്കില്ല. എന്നെ കാണുമ്പോൾ കവിത വായിച്ചു എന്ന് മാത്രം പറയും. ചിലപ്പോൾ നന്നായിട്ടുണ്ട് എന്നും പറയും. എൻ്റെ വരികൾ തുടക്കം തൊട്ടേ മാതൃഭൂമിയിൽ എൻ വി പ്രസിദ്ധപ്പെടുത്തിയിരുന്നുവെങ്കിൽ ഇന്നത്തെ ഞാൻ ഉണ്ടാകുമായിരുന്നില്ല. എൻ വി അത് അംഗീകരിക്കാത്ത വിധം എൻ്റെ കവിത നന്നാവണം എന്ന വാശിയാണ് എന്നെ ഞാനാക്കിയത്. കുറുങ്കവിതകളാണല്ലോ കുഞ്ഞുണ്ണി കവിതകൾ. മലയാളിക്ക് പുത്തനായ അനുഭവമായിരുന്നു അന്ന് കുഞ്ഞുണ്ണി കവിതകൾ. ഇത്രപ്പോന്ന കുഞ്ഞുണ്ണിയുടെ ഇത്തിരിപ്പോന്ന കവിതകൾ. ജപ്പാനിൽ ഹൈക്കു കവിത പിറവി കൊണ്ടിട്ടില്ലായിരുന്നു അന്ന്. ഉണ്ടെങ്കിലും മലയാളി പരിചയപ്പെട്ടിരുന്നില്ല. സ്വായത്തമാക്കിയിരുന്ന കാവ്യശാസ്ത്രങ്ങളുടെ അളവുകോലുകൾക്കൊന്നും കുഞ്ഞുണ്ണി കവിതകൾ വഴങ്ങുന്നില്ല. അതായിരിക്കാം കുട്ടിക്കൃഷ്ണമാരാരും എൻ വി കൃഷ്ണവാര്യരും കുഞ്ഞുണ്ണി കവിതകളെ അവഗണിക്കാൻ കാരണം. അധ്യായം 11 കുട്ടികളുടെ കൂട്ടുകാരൻ. കുട്ടികളുടെ കൂട്ടുകാരൻ. കുഞ്ഞുണ്ണി മാഷിൻ്റെ സുഹൃത്ത് വലയത്തിൽ ചെറുപ്പക്കാരാണ് കൂടുതലും. അക്ബർ കക്കട്ടിൽ, ടി വി കൊച്ചുബാവ, രഘുനാഥ് പാലേരി, പോൾ കല്ലാനോട്, ബാലചന്ദ്രൻ ചുള്ളിക്കാട്, എം എൻ കാരശ്ശേരി, അങ്ങനെ പോകുന്നു പ്രശസ്തരായ യുവ എഴുത്തുകാരുടെ നീണ്ട നിര. എന്നെപ്പോലെ അപ്രശസ്തരായ ഒരുപാട് പേരും മാഷിൻ്റെ ചങ്ങാതിമാരാണ്. ഇത്തിരി നേരം മാഷോട് വർത്തമാനം പറഞ്ഞിരിക്കാനാണ് അവർ ഹോസ്റ്റൽ മുറിയിൽ വരുന്നത്. എത്തിപ്പെടാൻ കഴിയാത്തവർ മാഷിന് നിരന്തരം കത്തുകൾ എഴുതുന്നു. എല്ലാ കത്തുകൾക്കും വിടാതെ മറുപടി എഴുതും. എഴുതിയെടുക്കാൻ പയ്യനുള്ളത് ഇപ്പോൾ സൗകര്യമായി കാർഡിലെ മറുപടി അയക്കൂ. പണ്ടേയുള്ള ശീലമാണ്. ചെറുപ്പക്കാരുടെ കൂട്ടത്തിൽ മാഷും ചെറുപ്പക്കാരനാവുന്നു. ആകാരം കൊണ്ട് വയസ്സനാണെങ്കിലും 30കാരൻ്റെ മനസ്സ്. കുട്ടിക്കൂട്ടത്തിൽ സ്കൂൾ കുട്ടി, വയസ്സന്മാരോട് കൂടുമ്പോൾ തനി വയസ്സൻ. ഒരിക്കലൊരു സന്ധ്യാസമയത്ത് സുരാസു കയറി വന്നത് ഓർമ്മ വരുന്നുണ്ട്. നാടകാചാര്യൻ, നല്ല നടൻ, പക്ഷേ മദ്യാസക്തൻ. നല്ല ഫോമിലായിരുന്നു അന്ന് മാഷിൻ്റെ മുറിയിൽ കയറി വരുമ്പോൾ. കടിഞ്ഞാണില്ലാത്ത കുതിരയെപ്പോലെ തോന്നിയ വഴിക്ക് ഓടിക്കൊണ്ടിരിക്കുന്നു. കുടുംബത്തിൻ്റെ കെട്ടുപാടുകളെ മാനിക്കാത്ത മനുഷ്യൻ.
സുരാസു പിന്നീട് അധികം ജീവിച്ചിരുന്നില്ല. പ്രതീക്ഷിച്ച പോലൊരു മരണം തന്നെയായിരുന്നു സുരാസുവിന് കിട്ടിയത്. കുട്ടികളോടായിരുന്നു കുഞ്ഞുണ്ണി മാഷിന് കൂടുതൽ അടുപ്പം എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. കുട്ടികൾക്ക് കവിത ചൊല്ലിക്കൊടുക്കുന്നു, അവരുമായി കടങ്കഥകൾ പറയുന്നു, അവരോടൊപ്പം പഴമ്പാട്ടുകൾ പാടുന്നു, അക്ഷരസ്ഫുടതയുണ്ടാക്കാനുള്ള പദ്യങ്ങൾ ഉണ്ടാക്കി അവരെ കൊണ്ട് ഏറ്റുപാടിക്കുന്നു. അത്തരം കുട്ടിക്കൂട്ടങ്ങൾ ഇപ്പോഴും എൻ്റെ മനസ്സിൽ തെളിയുന്നു. കേരളത്തിൽ എവിടെ ചെന്നാലും കുഞ്ഞുണ്ണി മാഷെ കണ്ടാൽ കുട്ടികൾ ചുറ്റും കൂടുന്നു. ജ്യോതിഷ പണ്ഡിതനായ പയ്യന്നൂർ പൊതുവാളോട് അതിഗഹനമായ ജ്യോതിഷ രഹസ്യങ്ങൾ പങ്കുവെക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കുട്ടികളോട് കൂടുമ്പോൾ മാഷിന് എന്തൊരു ഭാവപ്പകർച്ച! വായിച്ചാൽ വളരും, വായിച്ചില്ലെങ്കിൽ വളയും എന്ന് മാഷ് പറയുമ്പോൾ കുട്ടികൾ അത് ഉൾക്കൊള്ളുന്നുണ്ട്. അതാണ് മാഷും ഉദ്ദേശിക്കുന്നത്. കുട്ടികളെ, നിങ്ങൾ സർവതന്ത്ര സ്വതന്ത്രരായിരിക്കുക. ഒരു മന്ത്രം പോലെ സ്കൂളുകളിലും എന്തിന് കലാലയങ്ങളിൽ പോലും നടക്കാറുള്ള മീറ്റിങ്ങുകളിൽ മാഷ് നിരന്തരം ഉരുവിട്ടു. യഥേഷ്ടം പുല്ലുമേഞ്ഞ് നടക്കണം, ഇഷ്ടമുള്ള കടവിൽ നിന്ന് വെള്ളം കുടിക്കണം, അതിനെന്തു വേണം, കഴുത്തിൽ കയറ് വീഴാതെ നോക്കണം. പല തരക്കാരുണ്ടാവും, അവർക്ക് പ്രത്യേകം തൊഴുത്തുകളുണ്ട്. അവരവരുടെ തൊഴുത്തുകളിൽ ആട്ടിത്തെളിച്ച് മുളയ്ക്കാൻ ശ്രമം നടക്കും. കഴുത്ത് നീട്ടിക്കൊടുക്കരുത്. രാഷ്ട്രീയ പാർട്ടികൾക്ക് മനസ്സും ബുദ്ധിയും പണയം വെക്കരുതെന്ന് പറയാതെ പറയുകയായിരുന്നു കുഞ്ഞുണ്ണി മാഷ്. വേണ്ട വിധത്തിൽ തന്നെ ഈ സന്ദേശം കുട്ടികളുടെ മനസ്സിൽ ഉറപ്പിക്കാൻ മിടുക്കുണ്ട് മാഷിന്. വിഷയം അവതരിപ്പിക്കാനും പറഞ്ഞു ഫലിപ്പിക്കാനും ചാക്യാരെ അതിശയിക്കുന്ന സാമർഥ്യം. പുത്തൻ തലമുറക്കാരിൽ അക്കാലത്ത് വലിയ ചലനങ്ങൾ ഉണ്ടാക്കാൻ മാഷിന് കഴിഞ്ഞിട്ടുണ്ട്, തീർച്ച. പ്രകാശൻ ചുനങ്ങാടിൻ്റെ കുഞ്ഞുണ്ണിക്കാലത്തിലെ 11ാമത്തെ അധ്യായം കുട്ടികളുടെ കൂട്ടുകാരൻ ഇവിടെ അവസാനിക്കുന്നു. നന്ദി.